ഹലോ ഗേയ്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഇവിടെ അയിലക്കുട്ടി കേട്ടോ കൊടുന്നിക്കണ്. അപ്പം ഞാനത് മുളക് കറി വെക്കണ വീഡിയോയുമായി വന്നതാട്ടോ. അപ്പം ഞങ്ങൾ എങ്ങനെ വെക്കുക എന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പം അതിന് വേണ്ടിയുള്ള ചേരുവകളാട്ടോ ഇതൊക്കെ. അപ്പം അതിന് വേണ്ടി ആദ്യം മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പം ഈ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. നല്ല മഴയാട്ടോ പുറത്ത്. ഇപ്പം ചട്ടി ചൂടായി വന്നിട്ട് എണ്ണ ഒഴിച്ചിട്ടോ. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കിതാ ഉലുവ ഇട്ടു. ഇതാ നല്ലോണം ഉലുവ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് സബോള ഇട്ടുട്ടോ. ഇനി ഈ സബോള ഒന്ന് നല്ല വഴറ്റി തരണം കേട്ടോ. നല്ല വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല വാടി വരുന്നതാ കണ്ടോ. അപ്പം നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം കേട്ടോ. ഈ തക്കാളി ആ സബോളയ്ക്ക് നല്ല മിക്സ് ആക്കിയിട്ട് നല്ല വാട്ടണം. ഇപ്പം അത് വാടി വന്നപ്പോൾ നമുക്ക് 2 പച്ചമുളക് കീറിയിടാം കേട്ടോ. അതിട്ടിട്ടൊന്ന് മിക്സ് ആക്കുക. അതിൻ്റെ ഇടയിൽ ചെറുള്ളിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ഇടാം കേട്ടോ. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതാട്ടോ മസാലപ്പൊടി ഇടുന്നത്. എന്നിട്ട് ഈ മസാല നല്ല ആ തക്കാളി സവോളയിലൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ല പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വാട്ടണം കേട്ടോ. അങ്ങനെ നല്ല അതിൽ മസാലയൊക്കെ പൊടിച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ നല്ല മിക്സ് ആവണം. എന്നിട്ട് ബാക്കിയുള്ള പുളിവെള്ളം കൂടി നമുക്ക് അങ്ങനെ ഒഴിക്കാം കേട്ടോ. ഞാൻ പറയുന്ന ചില വാക്കുകളൊക്കെ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇവിടെ വീട്ടിൽ പറയുന്ന പോലെയല്ലേ പറയണത്. എന്താ മൂടി വെച്ചിട്ടോ. നല്ല അതിൽ മസാല കണ്ടോ. മസാല പുളിവെള്ളത്തിൽ നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ബാക്കി കൂടിയുള്ള പുളിവെള്ളം കൂടി അതിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഉപ്പൊക്കെ നോക്കുക കേട്ടോ. 2 കരിവേപ്പിൻ്റെ ഇല കൂടി ഇടാം കേട്ടോ. ഇനി അതിൽ ഇനി നല്ല തിളക്കണ വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് തിളച്ച് വന്നാൽ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. എന്നുണ്ടോ നല്ല തിളച്ച് വന്നിട്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ചെറിയ അയിലക്കുട്ടി കേട്ടോ. മസാലയിലേക്ക് കടന്നിട്ട് ആ മീനൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഒന്നുകൂടി മൂടി വെക്കാം. അങ്ങനെ കറി കണ്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയിൽ മീൻ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ ആ ചട്ടി ചൂടായി വന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട എണ്ണ ഒഴിച്ചിട്ടോ. ഈ എണ്ണ ചൂടായിട്ട് വന്ന് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ചെറുള്ളി ഇടാം. ചെറുള്ളി നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 കരിവേപ്പിൻ്റെ ഇല കൂടി ഇടണം കേട്ടോ. മഴയുടെ ഒച്ച കേൾക്കുന്നുണ്ടാവില്ല നിങ്ങൾ. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇനി ഈ ചെറുള്ളി കരിവേപ്പിൻ്റെ നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിൽ കൊയ്ക്കാം കേട്ടോ. കണ്ടോ നല്ല മൂത്ത് വരണം. അപ്പോഴാണ് നല്ല മണം ഉണ്ടാവുള്ളൂ കറി. അങ്ങനെ ചെറുള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കറിയിലേക്ക് ഒഴിക്കാം. ഇതാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന കറി.
മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിൽ തെറ്റുണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കണം കേട്ടോ.